ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ദിവസമായി എൻ്റെ ഉമ്മ എനിക്ക് മുതിരക്കറി കൂട്ടണം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഇന്ന് മുതിരക്കറി വെക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഇപ്പം മുതിര ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വറുക്കാവുന്നു. എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ആക്കുന്നത്. എനിക്ക് മഴക്കാലത്ത് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പ് കത്തിക്കാൻ. നല്ല ചൂടോടെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗ്യാസ് കത്തിച്ചാൽ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയ പ്രതികയ ഉണ്ടാവില്ല. അടുപ്പാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അടുപ്പിൻ്റെ അടുത്ത് വന്ന് തീക്കായനെല്ലാം നല്ല മഴയത്ത്. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ മുതിര വറുക്കുക. അപ്പോൾ ഇവിടെ മുതിര ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ അടുപ്പത്ത് ഞാൻ അരിയിടാൻ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടി ഇന്ന് അടുപ്പത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. കലത്തിലെല്ലാം ചോറ് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഒന്ന് രുചിക്കൂട്ടൊന്ന് വേറെ തന്നെ. ഇപ്പം കുക്കറും റൈസ് കുക്കറും ഗ്യാസും എല്ലാം ഇപ്പം വേഗം പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് പണ്ട് നമ്മളെ ഉമ്മാമ്മയെല്ലാം ഉണ്ടാക്കി തരുന്ന ഭക്ഷണം പോലെ ഒരു രുചിക്കൂട്ടൊന്നും രസമില്ല. ഇപ്പം എല്ലാം പെട്ടെന്ന് എല്ലാവർക്കും ആർക്കും നേരെയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് നോക്കാം. നമുക്ക് കളത്തിൽ വെച്ച ചോറും മുതിരക്കറിയും. അപ്പോൾ ഇതും ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് ഈ മുറത്തിലിട്ടിട്ടൊന്ന് പാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൂളി വേറെ പരിപ്പ് വേറെ ആയിട്ട് കിട്ടും. അപ്പം മുതിരക്കറിയിലിടുന്ന ചക്കക്കുരു, ഞാൻ ചക്കക്കുരെല്ലാം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. കഴുകി ഉണക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ കൊല്ലങ്ങളോളം ഇത് നിൽക്കും. നമ്മൾ പുറത്ത് വെച്ചാൽ ഇത് ഇങ്ങനെ നിൽക്കില്ല, നല്ല ഫ്രഷായിട്ടുണ്ടാവും. അപ്പോൾ ചക്കക്കുരു വഴുതനങ്ങി ഇട്ടിട്ട് നമുക്ക് മുതിരക്കറി വെക്കാം. ഇത് പാറ്റിയിട്ട് അതിൻ്റെ തൂളിയെല്ലാം കളഞ്ഞിട്ട് പരിപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ 2 തക്കാളിയും കുറച്ച് ചക്കക്കുരു ഒന്നും ആയിട്ടില്ല കേട്ടോ. 3-4 മാസം എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒന്നും ആയിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി, പിന്നെ ഇത് ഞാൻ എൻ്റെ തൊടിയിൽ നിന്ന് ഞാൻ നട്ടുണ്ടാക്കി ഞാൻ പറിച്ചെടുത്ത് വഴുതനങ്ങ. അപ്പോൾ ഒരു 3 ചെടിയേ ഉള്ളൂ. അതിന് ധാരാളം വഴുതനങ്ങ എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ആവശ്യത്തിനുള്ള. പക്ഷേ ഇത് ലാസ്റ്റേ ഇടുന്നുള്ളൂ. ഇത് ഫസ്റ്റ് ഒന്ന് കുക്കറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ അടിച്ചു വാരൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ മോനോട് ഞാൻ അടിച്ചു വരാൻ പറഞ്ഞിട്ട് എൻ്റെ മോൻ അടിച്ചു വരുന്നുണ്ട് അടുക്കളയെല്ലാം. അപ്പോൾ ഓൻ എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരൂ, അടിച്ചു വാരി തരൂ, തേങ്ങ ചിരണ്ടി തരൂ, മിക്സിയിലിട്ട് തരൂ, എല്ലാം ചെയ്ത് തരൂ. ഞാനും എൻ്റെ മോനും ഫ്രണ്ട്ലിയാണ്. എല്ലാം അപ്പുറം പരസ്പരം പലരും പറഞ്ഞിട്ട് ചിരിച്ചിട്ടും കളിതമാശകളെല്ലാം പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ മോൻ കേട്ടാ. അപ്പോൾ ഓനിപ്പോൾ വരുന്നാഴ്ച മുതൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന BCA. അപ്പോൾ ഓൻ പറയുന്ന എന്നോട്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓൻ പറയുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ അറിയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേദന, പണിയെടുത്ത് തരാൻ ആളില്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതെന്ന്. അതും ഓൻ പറഞ്ഞതിൽ ഞാൻ ഒക്കുന്ന കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈത്താങ്ങാവന്. അവനിപ്പോൾ തേങ്ങ ചിരണ്ടി തരുന്നുണ്ട് എനിക്ക്. വേവേം ചിരണ്ടി അന്ന് ചിരണ്ടാനാവുന്നില്ല, മറ്റേതാക്കി തരാണെങ്കിൽ. പോയിട്ടൊന്ന് അരച്ചാളെ, കുറച്ച് വെള്ളം പറഞ്ഞിട്ട്. കുറേ വെള്ളം പറയണ്ടേ, കുറച്ച് വെള്ളം പറഞ്ഞേ. കേവുമോനെ ഒന്ന് അരിയൊന്നും നല്ല വൃത്തി കയറ്റുക. എൻ്റെ മോന് മിക്സി തേങ്ങ ഇട്ടെന്ന് ഇപ്പോൾ അരി കഴുകിയിട്ട് അടുത്ത് കളത്തിലിടുന്നുണ്ട്. അങ്ങനെ ഓനക്കൊണ്ടാകുന്ന പണിയെല്ലാം ഓൻ എടുത്ത് തരും, അടിച്ചു വാരി തരും, എല്ലാം ചെയ്ത് തരും കേട്ടോ. മുതിര നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി കൂട്ടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ അരപ്പിലൊന്നും ചേർത്തിട്ടില്ല, ചേർത്തതല്ല ഇത്. ഈ മുതിര വഴിക്കുമ്പം തന്നെ നമ്മൾ ഈ മുതിര വേകാൻ വെക്കുമ്പം തന്നെ എല്ലാ അരപ്പും മസാലക്കൂട്ടും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഇത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അരപ്പിലൊന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ. അപ്പോൾ ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക.
കടുക് പൊട്ടി വരുമ്പം തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എല്ലാ കറിക്കും ഉലുവ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ, കറിയാകട്ടെ വേറെ ഇഡ്ഡലി ആകട്ടെ, എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കുന്നത് ഏറ്റവും നല്ല ഗുണകരമായ കാര്യമാണ്. അതിൻ്റെ കൂടെ 3-4 വറുത്തരി മുളക്, കറിവേപ്പില. കർക്കിടകത്തിൽ ഉലുവ കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കുടിക്കില്ല. അപ്പോൾ അവരെ ഉലുവ തീറ്റിക്കാനുള്ളൊരു വഴിയായിട്ട് കറി താളിക്കുമ്പോൾ കറിയിലിടുക. ഇഡ്ഡലി, മസാല ദോശ, ഉഴുന്ന് ദോശ ഇതിലൊക്കെ ഉലുവ ചേർത്തിട്ട് പാകം ചെയ്യുമ്പോൾ അത് കുട്ടിക്ക് അതിൻ്റെ രുചിമാറ്റം അനുഭവപ്പെടുകയില്ല, അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ ദിവസവും ഒരിത്തിരി ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ഗുണകരമായ സംഭവം അത്. അപ്പോൾ എൻ്റെ മുതിരക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പതച്ച് വരണം ഒരു 5 മിനിറ്റ്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് താളിച്ച് നല്ല അടിപൊളി മുതിരക്കറി, ചക്കക്കുരുവും മുതിരക്കറിയും. അതിൻ്റെ ഇടയിൽ എനിക്ക് ബ്രിഞ്ചാൾ ഇടാൻ മറന്നുപോയി. അപ്പോൾ ആ താളിക്കുന്ന ചട്ടി തന്നെ ഇതൊന്ന് വഴറ്റിട്ടിട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് വേറെ ചട്ടി വെച്ച് എണ്ണ വറന്ന് താളിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാൻ പോകാം. അപ്പോൾ ഇതാ മറന്നുപോയ ബ്രിഞ്ചാൾ ഒന്നും കൂടി ഞാൻ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴുതനങ്ങയും പിന്നെ വെണ്ടയ്ക്കല്ലേ ഇല്ല, ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടേ കറിയിൽ ചേർക്കാവൂ. എന്നാലേ അതിൻ്റെ ഒരു മെഴുമെഴുപ്പ് പോവും. ഇല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാവും. കറിയിലിട്ടാൽ ഡയറക്റ്റ് കറിയിൽ ചേർത്താൽ രസം ഉണ്ടാവില്ല. അത് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം. വഴുതനങ്ങയും വെണ്ടയ്ക്കയും അത് രണ്ടും എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം കറിയിൽ ചേർക്കാൻ. അപ്പോൾ നേരത്തെ ഞാൻ ചട്ടി വെച്ചിട്ട് താളിക്കുമ്പോൾ അതിലിട്ടാൽ മതിയായിരുന്നു. എനിക്ക് മറന്നുപോയി. എല്ലാ കാര്യവും മറന്നു പോക്കാം. തനിയെ എല്ലാം വീഡിയോ എടുക്കും, പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന എല്ലാ കാര്യവും ഒരാൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെല്ലാം മറന്നു പോകും. അപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആകട്ടെ. അതിൻ്റെ ഇടയിൽ എൻ്റെ മൺകലത്തിൽ വെച്ച ചോറ് റെഡിയായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇല്ല, വെന്തിട്ടില്ല, വേവ് പോരാ. കുറുവ അരിയാണ്, അതുകൊണ്ട് വേവ് പോരാ. കുറച്ച് സമയം കൂടി ഇത് വേവട്ടെ. അപ്പം നമുക്ക് ഈ വഴുതനയും കൂടി ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയും ചക്കക്കുരുവും, പിന്നെ വഴുതനങ്ങയ്ക്ക് ഒരു ചെറിയൊരു വേവും കൂടിയുണ്ട്, അതും കൂടി ഇതിൽ നിന്ന് റെഡിയാകട്ടെ. ഈ കറി ഒന്ന് പതച്ച് വരുമ്പോഴത്തേക്ക് വഴുതനങ്ങ പാകത്തിൽ വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ കുക്കറിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ കാണാനൊന്നും ഉണ്ടാവില്ല, മുങ്ങിത്തപ്പി പരതേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് പതച്ച് വരുന്നത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വഴുതന എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മളെല്ലാം വീട്ടമ്മമാർ വെറുതെ ഇരിക്കുമ്പോൾ ഒരു 4 തൈ വഴുതനയും പച്ചമുളകെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അതിനകത്ത് നിന്ന് കായ് പറിച്ചെടുക്കാം. ഈ മരുന്നടിച്ച തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കർണാടകയിൽ നിന്നെല്ലാം വരുന്ന മരുന്നടിച്ച പച്ചക്കറിയൊന്നും തിന്നാണ്ട് നമുക്ക് നമ്മളെ തന്നെ അതൊരു നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, ഒരു ആത്മസംതൃപ്തിയാണ് നമുക്ക്. നമ്മൾ നട്ടുണ്ടാക്കിയിട്ട് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇതാ ഞാൻ 3 ചെടിയെ നട്ടു കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ നിറച്ച് വഴുതനങ്ങ ഞാൻ ഒരുപാട് പ്രാവശ്യം പറിച്ച് വറുത്ത്, അത് ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ ഡയറക്റ്റ് അന്നേരം തന്നെ പറിച്ചിട്ട് വറുത്തെടുക്കുമ്പോൾ അത് ഭയങ്കര വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നട്ടുണ്ടാക്കുക. അധികം പീടികയിലെ പച്ചക്കറിയോ അതും ഇതൊന്നും ആശ്രയിക്കാണ്ട് നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് പറിച്ച് തിന്നാം. എല്ലാം ഉണ്ട്. എൻ്റെ പച്ചമുളകുണ്ട്, കാന്താരി ഉണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്, മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 തരം മഞ്ഞൾ നട്ടിട്ടുണ്ട്. പപ്പായി പഴുത്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 2 എണ്ണം, ഒന്ന് പഴുത്ത് ഒന്ന് കാക്ക കൊത്തി, രണ്ടാമത്തേതിൻ്റെ പഴുത്ത് നിന്നിട്ട് പപ്പായി ഉണ്ട്. ഇതൊക്കെ ഞാൻ പൊത്തി വെച്ചതാണ് കാക്ക കൊത്തുന്നതിന്. ഉണ്ടാ, ഇതെല്ലാം ഞാൻ നട്ടുണ്ടാക്കിയതാണ്. ഇത് ചെറിയ തൈയാണ്ട, ചെറിയ തൈയിൽ നിറയെ കായ്കൾ. നമ്മൾ വെറുതെ ഇരുന്ന് റീൽസും മൊബൈലും സിനിമയെല്ലാം കണ്ടിരിക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലും നട്ടുണ്ടാക്കിയെങ്കിൽ അത് രസമാണ്, നമ്മളെ മനസ്സിനൊരു സന്തോഷമാണ്.
ഇതാ ഇവിടെയുണ്ട് ഒരു തൈ. ഇതിന് ഞാൻ കുറേ പപ്പായി ഞാൻ പറിച്ചെടുത്ത് ഇതാ ഇപ്പോൾ ഇതിലും ഉണ്ട്. ചെറിയ തൈയാട്ടാ, വലിയ തൈയൊന്നല്ല. ഇത് അതിൻ്റെ അകരേ ഉള്ളൂ തൈക്ക്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കുക. ഇതിന് മനസ്സിനൊരു സമാധാനമല്ലേ. ചെടികളും പഴങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം ഉണ്ടാക്കുക. എല്ലാവരും ഈ പഴമയുള്ള കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുതിരയും ചക്കക്കുരുവും മുതിര ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മഴക്കാലത്തല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ.